ബ്രഹ്മാനന്ദം പരമസുഖതം കേവലം ജ്ഞാനമൂർത്തിം ദ്വന്ദ്വാതീതം ഗഗനസദൃശം തത്വശാദിലക്ഷ്യം ഏകം നിത്യം വിമലമജലം സർവധി സാക്ഷിഭൂതം ഭാവാതീതം തുരുവേദം സദ്ഗുരും തം നമാമി. ഓം നമഃ ശിവായ. പാർവതീശ പാപനാശനാഹരേ. ഇല്ലാത്തതായ ഈ പ്രപഞ്ചത്തിൽ ഇരുന്നു കൊണ്ട് ഈശ്വരനെ ഉപാസിക്കുമ്പോൾ ഉണ്ട് എന്നത് ഒന്നു മാത്രമേ ഉള്ളൂ എന്നർത്ഥം. അത് മഹാദേവനായാലും കൃഷ്ണനായാലും ഭഗവതി ആയാലും 14 ലോകങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒറ്റ ചൈതന്യം. ആ ചൈതന്യം തന്നെയാണ് എന്തായിട്ട് മാറുന്നത്? തീർത്ഥജലങ്ങളായിട്ട് മാറുന്ന അർത്ഥം. ഗംഗ, യമുന, കാവേരി എന്നൊക്കെ പറയുന്നതായ 7 തീർത്ഥങ്ങൾ, 7 ഋഷികൾ, അതുപോലെ ശബരിമല. അപ്പോൾ ചൈതന്യങ്ങൾ നിറഞ്ഞിരിക്കുന്നതായ ഏത് ജീവസുറ്റ വസ്തുവും ജീവസില്ലാത്ത വസ്തുവും എല്ലാം ഈശ്വര ചൈതന്യം തന്നെയാണ്. മണ്ണിലും മിന്നിലും തൂണിലും തുരുമ്പിലും ദൈവമിരിക്കുന്നു. അവൻ കരുണാമയനായി കാവൽ വിളക്കായി കരളിൽ ഉദിക്കുന്നു. അങ്ങനെ കരളിൽ ഉദിക്കാൻ സാധിക്കുമ്പോൾ മാത്രമേ എന്തായിത്തീരുന്നുള്ളൂ? ഒരു ഭക്തനായിത്തീരുന്നുള്ളൂ. അപ്പം ഒന്നായ നിന്നൈഹ രണ്ടെന്നു കണ്ടളവിൽ ഉണ്ടായൊരിണ്ടൽ ബധമിണ്ടാവതല്ല മമ്മ പണ്ടേ കണക്ക വരുവാൻ നിൻ കൃപാവലികൾ ഉണ്ടാകണേ വരദ നാരായണായ നമ. അപ്പം നിൻ കൃപാവലികൾ ഉണ്ടാകണം. ഈ ഇണ്ടൽ എന്നുള്ള 2 വാക്ക് മാറി കിട്ടണമെന്നർത്ഥം. ഒന്നായ നിന്നേഹ രണ്ടെന്നു കണ്ടളവിലുണ്ട്. ഈ 2 അക്ഷരം മാറിയാൽ മതി. ഇണ്ടലാണ് എല്ലാവർക്കും പ്രശ്നം. ഭേദഭാവങ്ങളാണ് പ്രശ്നം. അപ്പോൾ എല്ലാ ചൈതന്യങ്ങളെയും ഒരുപോലെ കാണാനായിക്കൊണ്ട് തന്ത്രി, മേശാന്തി, അല്ലെങ്കിൽ കൗണ്ടർ അസിസ്റ്റൻ്റ്, അല്ലെങ്കിൽ ഇവരെ കുറിച്ചൊരു ഭേദഭാവം വേണ്ടാന്നർത്ഥം. ഒരു ക്ഷേത്രമാണെങ്കിൽ കൂടി ദേവസ്വം ബോർഡാണെങ്കിലും പ്രൈവറ്റ് ആണെങ്കിലും അതിൻ്റെ മുകളിലിരിക്കുന്ന ഏറ്റവും വലിയ ആൾക്കാർ മുതൽ, ഏറ്റവും സ്ഥാനത്തിരിക്കുന്ന ആൾക്കാരെന്ന് നമ്മൾ പറയുന്ന ആൾക്കാർ മുതൽ അടിച്ചുതലി വരെയുള്ള ഒരൊറ്റ കണ്ണിയാണ്, ഒരു മാലയുടെ കണ്ണിയാണ്. അപ്പോൾ ആർക്കും എന്തില്ല, ആർക്കും ഒരു വ്യത്യാസമില്ല എന്നർത്ഥം. എല്ലാവരെയും ഒരുപോലെ കണ്ട് മഹാദേവന് ചാർത്തുന്ന ഒരു മാലയുടെ ഇടയ്ക്കൊരു കണ്ണി പോയാൽ മാല പൊട്ടിപ്പോവും. അപ്പോൾ ആ കണ്ണിയായിട്ട് നിന്ന് തന്നെ പ്രവർത്തിക്കുമ്പോൾ എല്ലാവരും ഒരുമിച്ച് പ്രവർത്തിച്ച് ഒരേ ശക്തിയോടെ പ്രവർത്തിച്ച് ഒറ്റ ശക്തിയുടെ ചൈതന്യത്തിൻ്റെ കീഴിൽ വർക്ക് ചെയ്യുമ്പോൾ മാത്രമേ എന്തായിത്തീരുന്നുള്ളൂ? അത് കർമ്മ സമർപ്പണമായിരിക്കുള്ളൂ. അപ്പോൾ കർമ്മമാർഗമായാലും ജ്ഞാനമാർഗമായാലും അല്ലെങ്കിൽ യോഗമാർഗമായാലും ഏത് മാർഗമായാലും എത്തിച്ചേരേണ്ടത് ഈശ്വരനിലേക്കാണർത്ഥം. അപ്പം ഈശ്വരനിലേക്ക് എത്തിച്ചേരുന്ന പ്രവർത്തിക്കുന്നതായ എല്ലാം നമ്മളല്ല എന്ന് പ്രവർത്തിക്കണം. കർമ്മബന്ധാൽ പ്രമുച്യത്തെ. സകലവിധ കർമ്മബന്ധങ്ങളും വിട്ടുപോകണം എന്നർത്ഥം. അപ്രവിഷ്ടം പ്രവിഷ്ടവൽ, അകത്തുമല്ല പുറത്തുമല്ലാതെ നമുക്ക് സഞ്ചരിക്കാൻ സാധിക്കും. അപ്പം ഈ ഭഗവാൻ ലീലയാടിയ ചിത്രങ്ങളും എല്ലാം ബോധത്തിൽ തെളിഞ്ഞു വരുന്നതാണ്. ഇതെല്ലാം ഇപ്പോഴും ഇന്നും. അപ്പോൾ നിരന്തരമായ ഉപാസനയിലൂടെ, നിരന്തരമായ ഗായത്രി ജപത്തിലൂടെ, നിരന്തരമായ നാമജപത്തിലൂടെ മാത്രമേ ഈശ്വരനിലേക്ക് എത്താൻ സാധിക്കുള്ളൂ. അപ്പം അങ്ങനെ നിരന്തരമായ ഋതുവായ പെണ്ണിനും ഇരപ്പവനും പതിതനും ആർക്കും എപ്പോഴും ജപിക്കാവുന്നതാണ് നാരായണനാമം. പ്രണവം കൂട്ടാതെ നമഃശിവായ, അമ്മേ നാരായണ, ദേവി നാരായണ. അപ്പം നാമം ജപിച്ച് നാമിയായി തീരും. അപ്പം ഈശ്വരൻ തന്നെയാണ് നമ്മളെല്ലാം, ഈശ്വരനായി തീരും. അപ്പം ആരും ഈശ്വരൻ്റെ മുകളിൽ പോകണ്ടെന്നർത്ഥം. ഈശ്വരൻ്റെ മുന്നിൽ ആരും തുള്ളണ്ട. അപ്പോൾ ഈശ്വരന് മുകളിൽ പോവാണ്ട് തന്നെ ഭക്തനായിട്ട് തന്നെ നിലനിൽക്കുമ്പോൾ, ഭക്തനായിട്ട് തന്നെ നിൽക്കുമ്പോഴാണ് അവിടെ തതത്വം അസിയായിത്തീരുന്നത്. ശബരിമലയിൽ പറയുന്നത് പോലെ ഇപ്പോൾ ഭക്തനങ്ങൾക്ക് നേരിട്ട് തൊഴുവാനുള്ള സൗകര്യം ശബരിമലയിലൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. തതത്വം അസി, അഹമാത്മാ ബ്രഹ്മ, പ്രജ്ഞാനം ബ്രഹ്മ, അന്നം ബ്രഹ്മ മുതലായ വേദവാക്യങ്ങളെ സാധാരണക്കാരായ നമ്മളിലേക്ക് എത്തിച്ചു തരാൻ തന്നെയാണ് പുരാണങ്ങളിൽ കഥാപാത്രങ്ങളിലൂടെ അന്ന് നടന്നതായ ഇൻസിഡൻസിനെ പെരുക്കിക്കൊണ്ട് പറയുന്നത്. അപ്പം ആരെന്ത് പറഞ്ഞാലും ആരെന്ത് കേട്ടാലും എവിടെ എന്ത് സംഭവിച്ചാലും നമ്മളെ സംബന്ധിച്ചോളം ഫീൽ ചെയ്യരുത്. വചോ വിഭൂതി നതു പാരമാർത്ഥ്യം. വാക്കുകളെ കൊണ്ടുള്ള കളിയാണ്. ഇതല്ല പാരമാർത്ഥ സത്യം. പരമാർത്ഥത്തെ തത്വത്തെ, പരമാർത്ഥമായ ഭക്തിയെ എല്ലാം ഒന്ന് തന്നെയാണെന്നർത്ഥം. തത്വവും ഭഗവാൻ സത്യം പരം ധീമകി. ശ്രീമദ് ഭാഗവതം തുടങ്ങുന്നതും അവസാനിക്കുന്നതും സത്യം പരം ധീമകിയിലാണ്. പരമമായ സത്യത്തെ ബുദ്ധിയിൽ എപ്പോഴും ധ്യാനിച്ചുകൊണ്ടിരിക്കണം. അത് ബ്രഹ്മസ്വരൂപമായാലും സഗുണ ഉപാസനയായാലും യോഗമാർഗത്തിലൂടെ ആയാലും ഏത് മാർഗത്തിലൂടെയായാലും എപ്പോഴും ചിന്തിക്കേണ്ടത് ഒന്നിനെ മാത്രം
ഭഗവാനെ മാത്രം, അല്ലെങ്കിൽ ഭഗവതി മാത്രം, അല്ലെങ്കിൽ ഏത് സ്വരൂപത്തിലുള്ള. ഇനി ഇപ്പോൾ ഒരാൾ പറയുകയാണ് പോത്തും ഈശ്വരനാണോ എന്ന് ആചാര്യസ്വാമികളുടെ അടുത്ത് ചോദിച്ചപ്പോൾ ധ്യാനിച്ച അവിടെ ബ്രഹ്മമായിട്ട് തന്നെ പോത്തുപോലും ആചാര്യസ്വാമികളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു എന്നർത്ഥം. അപ്പം പന്നിയായാലും കുറുക്കനായാലും എന്തായാലും ഏത് ജീവസുറ്റവും ജീവിതമില്ലാത്ത ചൈതന്യങ്ങളെയും ഭാരതം മുഴുവനും ഉപാസിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗംഗാസ്നാനത്തിൽ കോടിക്കണക്കിന് പേര് സ്നാനം ചെയ്യുകയും ചെയ്യുന്നു. അവിടെ ക്ലീനാണ്, വൃത്തിയായിട്ട് ഭംഗിയായിട്ട് എല്ലാം കൊണ്ടു നടക്കുകയും ചെയ്യുകയാണ്. അപ്പം അങ്ങനെ ഇരിക്കുന്നതായ ഒരു 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 ഭാരതത്തിൻ്റെ സംസ്കാരത്തെ ജനങ്ങളിലെത്തിക്കാൻ, സാധാരണ ഹൃദയങ്ങളിലേക്ക് എത്തിക്കാനാണ് വാക്കുകൾ. അപ്പോൾ വാക്കുവൻ പ്രവൃത്തിയും പൊരുത്തമായിരിക്കണം, ആർക്കും എന്നിൽ നിന്ന് ഉപദ്രവം വരാതിരിക്കണം. അപ്പോൾ ജാഗ്രത സ്വപ്ന സുഷുപ്തി അവസ്ഥാസു സാക്ഷിഭൂത്തേ നമോ നമ. ജാഗ്രത സ്വപ്ന സുഷുപ്തി അവസ്ഥകളിൽ സാക്ഷിയായിരിക്കുന്നതായ ഈശ്വരനെ ഉപാസിക്കട്ടെ, ഈശ്വരനെ സ്നേഹിക്കാൻ സാധിക്കട്ടെ എന്നർത്ഥം. നിഗമാനന്ദ തീർത്ഥവാദസ്വാമികളൊക്കെ വളരെ ലളിതമായ രീതിയിൽ ഭാഗവത കഥകളെ നമ്മളിലേക്ക് എത്തിച്ചു തരുമ്പോൾ സംശയമൊന്നുമില്ല, ഭാരതം ഉണരുകയാണ്. ഉദിച്ചുയർന്നു മാമല മേലെ ഉത്തരം നക്ഷത്രം എന്നുള്ള പോലെ ലോകത്തിൻ്റെ നെറുകയിൽ ഭാരതം വിരാജിച്ചു കൊണ്ടിരിക്കുകയാണ്. ജഡഭരത സ്വാമികളുടെ ഓർമ്മയിൽ ഒന്നിനുമല്ലാതെ ബ്രഹ്മസ്വരൂപമായ ജഡഭരത സ്വാമികൾ അവിടെ ഒരു കാളിഘട്ടിൽ ഒരു മൃഗപശുവിനെ കിട്ടാത്ത സമയത്ത് അവിടെ ജഡഭരത സ്വാമികളെ കൊണ്ടിരുത്തി സ ഏവ ദേവി ഭദ്രകാളി, കൃഷ്ണഭഗവാൻ തന്നെ ഭദ്രകാളിയായിട്ട് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. അവിടുത്തെ ദുഷ്ടന്മാരെ മുഴുവൻ അനുഗ്രഹിച്ച ഭദ്രകാളി ദേവിയുടെ ചൈതന്യവും കൃഷ്ണനും എല്ലാം ഒന്നാണ്. ആ ജഡഭരതൻ്റെ ഓർമ്മപ്പെടുത്തൽ കൊണ്ടാണ് ഭാരതം എന്ന വാക്കുണ്ടായത്. അപ്പോൾ ആ ജഡഭരത ഒന്നിനുമല്ലാതെ ആരോടും ഒരു ജീവിയെ പോലും ചവിട്ടി നടന്നപ്പോൾ പോലും ഒരു ജീവിക്ക് പോലും ഉപദ്രവം വരരുത് എന്ന് പ്രാർത്ഥിച്ചതായ ജഡഭരതസ്വാമിയുടെ പേരിലുള്ള ശ്രീ നിറഞ്ഞു നിൽക്കുന്നതായ ഭാരതഭൂമി ഭാരതാംബയുടെ കാൽക്കൽ ബന്ധിച്ചുകൊണ്ട് എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് തലപ്പുജ മഹാദേവൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.